നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ആശയത്തിൻ്റെ ശക്തി അത് അതിവേഗത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള വലിയ ശ്രമമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രസംഗത്തെ വളരെ ചെറിയ, വളരെ വില കുറഞ്ഞ, വളരെ ഈസിയായ, പെട്ടെന്ന് നടത്താൻ കഴിയുന്ന ഒരു പ്രവർത്തനമായിട്ട് പലരും കാണാറുണ്ട്. അങ്ങനെ കണ്ടവരൊക്കെ അവരുടെ പ്രസംഗം അവർക്ക് വികസിപ്പിക്കാനോ ഡെവലപ്പ് ചെയ്യാനോ കൂടുതൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനോ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം പ്രസംഗത്തെ നിസ്സാരമായി കാണുന്നത് കൊണ്ടാണ്. ഞാൻ പലരും വായിക്കാൻ താല്പര്യപ്പെടുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, വായന നിങ്ങളുടെ ഒഴിവ് സമയത്ത് വെറുതെ പുസ്തകമെടുത്ത് മറിച്ച് നോക്കുന്ന ഒന്നല്ല, അത് വളരെ ഗൗരവമുള്ള ഒന്നാണ്. അപ്പോൾ പ്രസംഗിക്കാനും വായിക്കാനും ഒക്കെ താല്പര്യമുള്ളവർ അതിൻ്റെ ഗൗരവത്തെ ആദ്യം മനസ്സിലാക്കണം. അണ്ടർസ്റ്റാൻഡിങ് ദ സീരിയസ്നെസ് ഓഫ് റീഡിങ് ആൻഡ് സ്പീച്ച് അല്ലെങ്കിൽ റീഡിങ്, പ്രസംഗം അല്ലെങ്കിൽ വായന, ഓക്കെ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ അതിലേക്ക് ഇറങ്ങാനും അത് പഠിക്കാനും അത് സ്വായത്തമാകാനും അതിൽ നമ്മുടെ മികവ് തെളിയിക്കാനും. ഓക്കെ, സോ ബി സീരിയസ് ആൻഡ് ഡെവലപ്പ് യുവർ സ്കിൽസ്. ഓക്കെ, താങ്ക് യു.